ഹായ് മക്കളെ. നമ്മുടെ GAB എക്സാം അടുത്ത് വരികയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. കോൺസെപ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ കോൺസെപ്റ്റ് മാത്രം മതിയോ ഒരു JEE നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യം? എക്സാം ഹാളിലെ ആംബിയൻസും അറ്റ്മോസ്ഫിയറും കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. സോ നമ്മളുടെ പ്രിപ്പറേഷൻ കോൺസെപ്റ്റ് എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രമായിരിക്കും, അത് വേറൊരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. ഒന്ന്, നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ കാമാക്കുന്നത് എന്താണോ, മേ ബി ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് മെഡിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നതാവാം, എന്തും ആവട്ടെ, നിങ്ങൾ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് വേണം എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലാൻ. രണ്ട്, ആദ്യമേ ഏത് സബ്ജക്റ്റ് എടുത്ത് ചെയ്യണം. ഇപ്പം നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ ആദ്യം ബയോളജി ആയിരിക്കും മോർ കംഫർട്ടബിൾ, പെട്ടെന്ന് ആൻസർ ചെയ്ത് കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള ഓർഡർ ആവാം. ഇപ്പോൾ JEE ആസ്പിറൻസ് ആണെങ്കിൽ ഒരു പരിധി വരെ എല്ലാവരും കെമിസ്ട്രി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏത് സബ്ജക്റ്റ് വെച്ചാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ആദ്യമേ ചില ആൾക്കാർ ആദ്യമേ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റുകളായിരിക്കും അറ്റൻഡ് ചെയ്യുക. ചില ആൾക്കാർ ആദ്യം ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റൻസ് എല്ലാം കവർ ചെയ്യും. ഇപ്പം ബയോയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം കവർ ചെയ്യും. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റി. അതിനുശേഷം മോഡറേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസിലേക്ക്, അതിപ്പം JEEൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും നീറ്റിൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും. അപ്പോൾ ഇതിനകത്ത് ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ, അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ ഫിക്സേറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്ന ആൾക്കാർ വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, ഒരു ചോദ്യം കണ്ടു, ഈ ചോദ്യം എനിക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ ഞാൻ അതിനുവേണ്ടി കുറേ അധികം സമയം കൊണ്ട് സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ആ ചോദ്യം അവിടെ വിട്ടിട്ട് അതേ സമയം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു 2, 3, 4 ചോദ്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. അപ്പോൾ ചില സമയത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദ ആർട്ട് ഓഫ് സ്കിപ്പിംഗ്. ചില ചോദ്യങ്ങൾ നമ്മൾ വിടേണ്ടി വരും ഫോർ ദ ടൈം ബീങ്. എല്ലാ ചോദ്യങ്ങളും ചെയ്ത് തീർന്ന ശേഷം നമുക്ക് തിരിച്ചു വന്ന് ആ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ചോദ്യം എടുക്കുക. സോ നമുക്ക് ആൻസർ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അറ്റ് സർട്ടൻ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചില ചോദ്യങ്ങൾ വിട്ട് മുൻപോട്ട് പോകേണ്ടി വരും. ഈ രീതിയിലെല്ലാം മെൻ്റലി കൂടെ പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ GAB എക്സാം നിങ്ങൾ എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.